ഹലോ കുട്ടി മുമ്പ് പ്രണയിച്ചിട്ടുണ്ടോ? കുട്ടീൻ്റെ അടുത്ത് ഒരു ഹോപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതെന്ന്. കിട്ടൂലെങ്കിൽ ഞാൻ ഇപ്പൊ ആത്മഹത്യ ചെയ്യാം. ഇതാ ചെയ്യാൻ പോ. ഞാൻ ഇപ്പൊ എന്തോ ആയി, ചെറുതായി. ആ അല്ല അല്ല, ചെറുതല്ല, എന്റെ വലുതാ വലുതാ. ഒരു ലേന കിട്ടോ നോക്കിട്ട് വരുന്നു ഒന്നുകൂടി. ആ എന്താ സർപ്രൈസ്? ആയിരിക്കെ, ഒരു മിനിറ്റ് ലയ, ഇപ്പം വരാം. ഓക്കെ, സോ ലയ, ഫസ്റ്റ് ഐ ലവ്ഡ് യു വെൻ ഐ സീഡ് യു. പോയിട്ട് ഫീലിങ്സ് വരുവാണെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെടൂല. അത് ആരാണേലും ഓക്കെ. അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടാണോ? ഞാൻ സത്യത്തിൽ ഒരു നാറിയാന്ന്. ഞാൻ ഒരു ലോയൽ ആയിട്ടുള്ള ഒരുത്തനല്ല. എന്റെ ബെസ്റ്റ് ആവൂലേ? സോറി. ഹലോ ഹലോ ഹലോ, സുഖം സുഖം. ഹലോ സുഖം. ഒന്ന് ഇങ്ങോട്ട് വരോ? ഒന്ന് ഒറ്റക്ക് വരോ? ചുക്കിനും ചുള്ളാമ്പിനും കൊള്ളാത്ത അരഞ്ഞിട്ടുപ്പേ. എന്താ പേര്? എന്റെ പേര് കാറ്റിപ്പൂച്ച. കാറ്റിപ്പൂച്ച? എന്തോ പറഞ്ഞു? അന്നെ മനസ്സിലായോ? ആരാ? മുഖം കണ്ടിട്ടൊന്നും മനസ്സിലാവണില്ല. ഇത് ഞാനാ, നിന്റെ ഷമീർ. എന്റെ ഷമീറോ? ആ സുഖം. നിനക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ച ഷമീറാ ഇത്. ഇതാരാ മുമ്പിൽ നിൽക്കുന്നത്? കാറ്റിപ്പൂച്ച, എന്താ പരിപാടി? ഇതാരാന്ന് മുമ്പിൽ നിൽക്കുന്നത്? എന്താന്ന് കാര്യം? ഒരു മിനിറ്റ് മോളെ. കാറ്റിപ്പൂച്ച ഇങ്ങോട്ട് വരാം. നീ ലുക്കാകെ മാറിയേട്ടാ. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ നിൽക്കിയ, ഇങ്ങോട്ടോ, ഇമ്പോർട്ടന്റ്. കാറ്റിപ്പൂച്ച, ഞാൻ ഇന്നൊരു കാര്യം ചോദിച്ചായിരുന്നില്ലേ? എന്താണ് അതിനെ കുറിച്ച്? അല്ല, ഞാൻ പിന്നെ കുറച്ച് ബിസി ആയി പോയി, കുറച്ച് വാറും കാര്യങ്ങളെല്ലാം ആയിട്ടേ. ഞാൻ പിന്നെ വിളിച്ചു നോക്കിയായിരുന്നു, പിന്നെ റിപ്ലൈ ഒന്നും കണ്ടില്ല. അതെ 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 അതെ. കുട്ടി മുമ്പ് പ്രണയിച്ചിട്ടുണ്ടോ? ഞാൻ മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാ, ഞാൻ എന്റെ കുഞ്ഞിലെ, മനസ്സിലായില്ലേ നമുക്ക് കുഞ്ഞിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് 2ാം ക്ലാസ് പഠിക്കുമ്പോ? ഒരു 3-4 വർഷം മുന്നേ. അപ്പൊ ഇപ്പൊ എത്രയില്ല? ഇപ്പൊ എനിക്ക് 23 വയസ്സുണ്ട്. 3-4 വർഷം മുമ്പ് എന്ന് പറഞ്ഞാ 20 വയസ്സില്. അതെ, അതൊരു ടീനേജ് പ്രണയം 19-18 വയസ്സിലുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്നെ കുറിച്ച് എന്താ അഭിപ്രായം മൊത്തത്തില്? എന്താ അഭിപ്രായം? നമ്മള് 2 തവണയെ കണ്ടിട്ടുള്ളൂ. അതെ. ഇപ്പോഴാണ്, അന്ന് ഒരു ദിവസം കണ്ടപ്പോഴത്തേക്ക് എന്ത് താരാന്ന് പറയുന്ന കുട്ടി ഇട്ടിട്ട്, അതുകൊണ്ട് അല്ല മരിച്ചുപോയി. അതെ, താര മരിച്ചു. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് കടലിലേക്ക് ഓടുമായിരുന്നു. അതെ. എന്നിട്ട് പിന്നെന്താ, ഞാൻ ആത്മഹത്യ ചെയ്തിട്ടില്ല. ഞാന് കുട്ടീൻ്റെ അടുത്ത് ഒരു ഹോപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതെന്ന്. കിട്ടൂലെങ്കിൽ ഞാൻ ഇപ്പൊ ആത്മഹത്യ ചെയ്യാം. ഇതാ ചെയ്യാൻ പോ. ഇല്ല ഇല്ല ചെയ്യാം. അല്ല 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 അല്ല. ഇല്ല കേക്കാം. ഓക്കെ. അതായത് മനസ്സിലായില്ലേ, നമ്മള് എഴുത്തേ പിടിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മള് ഉടനെ പ്രേമിക്കാൻ പാടില്ല. അത് പാടില്ല. പ്രേമോന്നൊക്കെ അതെ, നമ്മള് കുറച്ചു നാള് ഫ്രണ്ട്സ് ആയിട്ട് നമുക്ക് ചുറ്റാൻ, മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നതിനും ഇഷ്ടപ്പെടാതിരിക്കുന്നതിനും പിന്നെ കഴിഞ്ഞിട്ടാണല്ലോ, മനസ്സിലായി? അതെ. അപ്പൊ എന്നാ കുറച്ച് കഴിഞ്ഞിട്ട് പ്രണയിക്കാല്ലേ? അല്ല ഇതാക്കാം. കൊറേ നാള് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റിയിട്ടോ? എന്ത് പറ്റി? മുന്നത്തെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടില്ല? ഇല്ല ഇല്ല, ഇതെങ്ങനെ, ഇത് ലുക്കല്ലേ? വിസി മീറ്റിംഗ് ഉണ്ടോ? കുടുംബക്കാരുണ്ട്. ഒരു കാറ്റിനെ ഞാൻ സെറ്റ് ആക്കുന്നുണ്ട്. ഹലോ പോവല്ല. ഹലോ അന്നെ കൂട്ട. ഹലോ അന്യം കൂട്ടല്ലോ. ആര്? നീയാ? നീ വണ്ടി കയറിയ? വണ്ടി കയറ്. അല്ല കാറ്റിനെ നീ നോക്കാ. നീ എന്ത് ഇത്?
എടാ ഞാനൊരാളെ നോക്കുമ്പോ ഇതെന്താന്ന് അവർക്ക് എല്ലാവർക്കും ഓരോരാളുണ്ടാവുമല്ല. ലേനെ നോക്കുമ്പോ അപ്പാപ്പൻ. താരിപ്പുല്ല താരിപ്പുല്ല. ആ പാർട്ട് ഓഫ് ആക്ക്. എടാ എനിക്ക് ഹെൽത്ത് ഇല്ല, ഹെൽത്ത് ഇല്ല, എനിക്ക് ഹെൽത്ത് ഇല്ല. അല്ല കാറ്റി പൂച്ചേന്റെ എന്താ നീ ഞാനല്ലേ എടുക്കണ്ടേ? എടാ നീ കെട്ടാൻ പോന്നു താരിപ്പില്ലല്ലോ. മിനിയാന്ന് എവിടെ വരാൻ? മിനിയാന്ന് വന്നിട്ടൊന്നില്ല ഓള്. അല്ല ഇത് മാറ്റാൻ പറയല്ലേ നിങ്ങള്. ആണോ? ആരുണ്ടാവുന്ന അതെന്തേ? ഉസ്മാനെ നമ്മള് ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സാണ്, പക്ഷെ എന്റെ പെണ്ണാണ് കാറ്റിപ്പൂച്ച സമീറ. നോക്കല്ല. എടാ എനിക്ക് വേറെ ആരെയും വേണ്ട നേരം പോക്കിന്. ഇത് താരേനെ നോക്ക. താര നാളെ വന്നിട്ടില്ലെങ്കില് ഞാൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ വേറെ ആളോട് കല്യാണം കഴിച്ചതാ. ബഷീറിനെ പോലെ 2 ഭാര്യ. ബഷീറിനെല്ലാം അടുക്കട്ട്. എന്നാ എനിക്ക് വേറൊരു പണിയാ നീ സെറ്റാക്കി തരണം. വേറെ വണ്ടിയെ റെഡിയാക്കി തരൂ. ഇസ്മായിലേ വേറെ വണ്ടിനെ നമ്മള് റെഡിയാക്കും. ആ കാറ്റി ഇവന്റെ പെണ്ണാന്നല്ലേ ഇവൻ പറയും. ഞാൻ ഒന്നിനെ വളച്ചെടുക്കുമ്പോ നമ്മൾ എത്ര പണിയെടുത്തിട്ടാ വളച്ചെടുത്തത് ഇസ്മായിലെ? അല്ല ഞാനും ഉസ്മാനല്ല, ഉസ്മാന് പോയാൻ വളക്കാൻ പോയത്, ഞാനാ പോയത് ബ്രോക്കറിന്. പോയത് നമ്മളാ വളക്കാൻ പോയാ താജ്മഹലിന്റെ തന്ത. ഓക്കെ എന്നാ പിന്നെ എനിക്ക് നിങ്ങള് രണ്ടാളും കൂടി ഒരു പെണ്ണിന് ഇന്ന് സെറ്റാക്കി തരണം. ആ ഓക്കെ അത് മതി അത് മതി. ആ ഓക്കെ നല്ല ഫ്രണ്ട്സ് ആണോ കാണും. നമ്മളൊന്ന് റെഡിയാക്കി തരും. ആ ഓക്കെ അത് മതി അത് മതി. സൗണ്ട് ആണ്ട് ശിഖണ്ഡിയാ എന്ത് നീ വേഷം കെട്ടിട്ട് വരാനാ? അതൊന്നും പറ്റൂല. എനിക്ക് ശരിക്കും പെണ്ണിനെ തന്നെ കിട്ടണം. ചേഞ്ച് എന്ത്? എന്നാ നീ കൊണ്ടുവരാ. നീ ഇസ്മായിലിനെ നോക്കടാ. അതെന്താ? എനിക്കൊരു ചേഞ്ച് വേണ്ട. ഇത്രയും നാളും അപ്പൊ നീ ഇസ്മായിലിനെ അടിച്ചോണ്ടെന്ന്? ഹലോ ഇതെന്താ? ഹലോ ഹലോ ഇത് ഞാൻ ഇപ്പൊ എന്തോ ആയടാ. ഞാൻ ഇപ്പൊ എന്തോ ആയി, ചെറുതായി. ആ അല്ല അല്ല ചെറുതല്ല, എന്റെ വലുതാ വലുതാ. ഒരു ഇപ്പൊ തുടങ്ങും. ഇതാരെ വിളിക്കുന്നുണ്ട? കാറ്റി പൂച്ച. ആ ഹലോ കാറ്റി. ഹലോ എവിടെ വരാന്ന് പറഞ്ഞിട്ട്? ആ ഇത് വരാം വരാം, ഞാനും വന്നോണ്ടിരിക്ക. ഇത് എവിടെ ലൊക്കേഷൻ പറഞ്ഞുതരാം ഒന്ന്. ഞാൻ ലൊക്കേഷൻ അയച്ചാ മതിയോ? ഇസ്മായിലിനെ ഞാൻ പറഞ്ഞ. ഇസ്മായിലിനെ ഞാൻ പറഞ്ഞ. ഇസ്മായിലിന്റെ നമ്പർ എന്നാ ഇസ്മായിലിനെ അയച്ചു കൊടുക്കും. ഇസ്മായിൽ ഇപ്പൊ ഒരു ലൊക്കേഷൻ കിട്ടും. ഇസ്മായിലെ ആ നമ്പർ പറഞ്ഞാലും മതി. നമ്പർ എത്ര? എന്റെയോ? അതെ ആ ലൊക്കേഷൻ 3022 ബീച്ച് 3022. ഇസ്മായില് വണ്ടി എടുക്കും. ഞാൻ ഒന്ന് ലേനെ കിട്ടോ നോക്കിട്ട് വരുന്നു ഒന്നുകൂടി. കാറ്റി ഒന്നിങ്ങോട്ട് വരുമോ കാറ്റി? ഹലോ നിനക്ക് അന്വേഷിച്ചാന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? ദയാ അല്ല കാറ്റി ഒന്നിങ്ങോട്ട് വരുമോ? ആരെ ഞാൻ വിളിച്ചത്? ഞാൻ ഇപ്പൊ ആരെ വിളിച്ച? കാറ്റി കൺഫ്യൂഷനായി. അതല്ല ഇസ്മായില് പറഞ്ഞു നിനക്കെന്തോ എന്നോട് പ്രണയാന്നോ എന്തോ ഒരു സംഭവം ഉണ്ട്. ഇസ്മായിലേ അങ്ങനെ ഞാൻ ഓള് പറയുമ്പോ അങ്ങനെ പറയാ. അത് അങ്ങനെ പറ സെമീറാണ്. എങ്ങനെ പറഞ്ഞു? എന്താ പറഞ്ഞേ? അല്ല ഞാൻ ഇങ്ങനെ നിങ്ങൾ രണ്ടോ നിക്കുമ്പോ അങ്ങനെ അത് പറയാ. നിങ്ങൾ അങ്ങോട്ട് അത് അവൻ എന്താ പറഞ്ഞെന്ന് പോലും അവൻ അറിയില്ല. മനസ്സിലായില്ലേ? അല്ല എന്നാ ഓക്കെ. എന്താ ഓക്കെ? അല്ല ഒന്നുമില്ല. എന്തെറ്റി? അല്ല ഓൻ എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. ഓൻ കള പറയാറില്ല. ആ പറഞ്ഞു. ആ ഇതേടെ വാ. അതായത് ഇതിന്റെ ഉള്ളിൽ പോണ റൂം അല്ല ഒന്നുമില്ല പറഞ്ഞോ. ആ ഓക്കെ. അതായത്
ഷമീറെ ആ ഷമീറിന്റെ സംസാരവും ഷമീറിന്റെ ഇന്നസെൻസ്, അതായത് ഇങ്ങനെ ഒരു മണ്ടത്തരം പറച്ചില് മാതിരി, മനസ്സിലായില്ലേ? അതൊക്കെ എല്ലാ പെൺകുട്ടികൾക്കും ഇഷ്ടപ്പെടും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടമാണ്, മനസ്സിലായില്ലേ? അല്ലാണ്ട് ഇപ്പോ എന്താ പറയാ ഉടനെ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആവണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാണ് ഞാൻ പറഞ്ഞ ടൈം എടുക്കും, മനസ്സിലായില്ലേ? മനസ്സിലായോ? മനസ്സിലായി. ഷൂസ് വരി. ഓക്കെ. അയ്യോ അപ്പൊ ഞാൻ ഫസ്റ്റ് ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ ഒരു ചെത്ത്, നീ മൊത്തത്തിലൊരു ചെത്താണ്. അയ്യോ കാറ്റിപ്പൂച്ച. ചെത്തുകാരൻ ഭാസ്കറിന്റെ കൂടെയാണ് ഞാൻ ആദ്യം പോയത്. എന്നിട്ടാണ് ഞാൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കിയത് താരാ. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ മതി. അല്ല സോറി ലയ. കൺഫ്യൂഷൻ ആയില്ല മൊത്തത്തിലെ ഷമീറെ. അതെ. ഞാനാരാ? കാറ്റി. പിന്നെ ഓർമ്മയില്ലാണ്ടെന്താ? ഏത്? അല്ല ഞാൻ സിംഗിളാന്ന്. അതെ അതെ അതെ. സോ ലയ പെട്ടെന്നായിക്കോട്ടെ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, നിന്നെ എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നീ ഒരു ചെത്ത് പെണ്ണാന്നുള്ളതാണ്. ഒരു എന്താ പറയാ, മൊത്തത്തിലൊരു അട്രാക്റ്റീവ് ഇതായിരുന്നു നീ, മനസ്സിലായോ? ഞാൻ പെട്ടെന്ന് തന്നെ കണ്ടപാടന്നെ, ഞാൻ സാധാരണ ഈ പെമ്പിള്ളേരടുത്ത് അങ്ങോട്ട് പോയി സംസാരിക്കാത്ത ഒരാളെ ഞാൻ ഈ പെമ്പിള്ളേരെ തന്നെ കണ്ണെടുത്താൽ കണ്ടുവിടാം, ഒന്നാമത്തെ കാര്യം. അപ്പൊ അതെ അതെ അതെ. അപ്പൊ ഞാൻ എന്താ പറയാ, ഞാൻ ഫസ്റ്റ് വന്നു നിന്നെ കണ്ടപ്പോ എന്തോ ഒരു സാധനം ഇങ്ങനെ വലിച്ചു അടുത്തേക്ക്. നിന്റെ അടുത്തേക്ക് എന്തോ ഒരു സാധനം വലിച്ചു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിന്റെ അടുത്ത് വന്നത്. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതല്ല. എനിക്കെന്തോ അങ്ങനെ അങ്ങനെ ആകെ തോന്നിയത് നിന്റെ അടുത്ത് രണ്ടാളെടുത്താന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ ഒരു സംഭവം. നിന്റെ ലുക്കും എന്താ പറയാ, മൊത്തത്തിൽ അങ്ങനെ കണ്ടുവരാൻ എനിക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ക്യാരക്ടർ ഇഷ്ടമാണ്. അതിലും കൂടുതൽ ഏറ്റവും ഇഷ്ടം എനിക്ക് ക്യാരക്ടറാണ്. അല്ല ക്യാരക്ടറാണ്. ഏത് ക്യാരക്ടർ കൊറേ ഉണ്ടല്ലോ. എന്റെ സൗണ്ട്, സ്വഭാവം. അല്ല ഞാൻ തന്നെ പറയും. അല്ല ഇസ്മായിലെ, ഇത് എന്റെ പെണ്ണ്. അല്ല സോറി, അങ്ങനല്ല. എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാല് നിന്റെ മൂക്കാണ്. മൂക്ക്. ഫസ്റ്റ് മൂക്ക്, പിന്നെ എന്താ പറയാ ഡ്രസ്സിങ് സ്റ്റൈല്, പിന്നെ മുടി, പിന്നെ എന്താ പറയാ അങ്ങനെ ഒരു മൊത്തത്തിൽ അങ്ങനെ ഒരു ഇതിലാണ് എനിക്ക് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടത്, മനസ്സിലായോ? ക്യാരക്ടർ എന്താന്ന് മറന്നുപോയി. ചുമ? ഹലോ. ഓക്കെ. ഇംഗ്ലീഷ് അറിയോ? Can we speak in English? Sure, we can. Okay, so my accent is a little bit different in English, so you have any problem with that? No, I'm fine. It's okay. Okay. So first time I liked you when I saw you is called I don't know what is called like that. Is it love at first night? Ayyo, there. അല്ല ഇതേതാ പള്ളിയിൽ നിന്ന് മൊയ്ലിയാറെല്ലാം വന്നിട്ടുണ്ടല്ലോ. ഹലോ മൊയ്ലിയാർ, അസ്സലാമു അലൈക്കും. ഉസ്മാനാ? ഇതാരാണ്? നീ എന്താ ഇങ്ങനെ? നീ എന്തൊക്കെ ചെയ്. ഹലോ ലയ, ഇങ്ങോട്ട് വരൂ. Let us give us privacy. Come on. അയ്യോ പോയ. ഓക്കെ, സോ ലയ, ഫസ്റ്റ് ഐ ലവ്ഡ് യു വെൻ ഐ സീഡ് യു. ലയ, അയ്യോ, ബട്ട് നോട്ട്, ദിസ് ഈസ് എൻ ഇംഗ്ലീഷ് ഗ്രാമർ പോയിന്റ്, യു നോ.
ദിസ് ഈസ് ഫസ്റ്റ് ക്ലാസ്. യെസ്, ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് ഇതാണ്. അപ്പൊ ഇനി മറന്നു വരുത്. ഫസ്റ്റ് ലവ് യു, ഇങ്ങനെ ഫസ്റ്റ് then I see you, then I love you. ഇതാണ് എനിക്ക് പഠിപ്പിച്ചെന്ന് എന്റെ മാഷി. ഓക്കെ Okay, okay, കാറ്റി കാറ്റി okay, okay, man. കാറ്റി ഇങ്ങോട്ട് വരും. കാറ്റി ഇങ്ങോട്ട് വരും. കാറ്റി ഇങ്ങോട്ട് വരും. കൊറേ നേരം ആ ഇങ്ങോട്ട്. അല്ല ഇംഗ്ലീഷ്. അതെന്താ അറിയോ, ഇതെന്താ കുണ്ടാ പോവാങ്ങ്. അതെന്താ അറിയോ, ഇവക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ഈ പറഞ്ഞ ലയ എന്ന് പറഞ്ഞ പെണ്ണിന് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. അതല്ലേ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുവാണോ? ഞാൻ ഇവക്ക് എന്തോ 2 വാക്ക് പഠിച്ചോട്ടെ എന്നെ കൊണ്ട്, അങ്ങനെ ഞാൻ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറും കൂടി ആണല്ലോ. എന്താ പക്ഷേ സോറി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഫീലിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തരുമോ? ഫീലിങ്സ് ഉണ്ട്. ഫീലിങ്സ് ഉണ്ട്. വെച്ചുണ്ടായി ഫീലിങ്സ്. അല്ല ഇതാരാള്? ഹലോ, എന്താ പേരെന്താ? എന്റെ പേര് നടാശ. നടാശ. ഓക്കെ. അപ്പൊ ഫീലിങ്സ് ഉണ്ടെന്നല്ല പറഞ്ഞേ, ഫീലിങ്സ് ഉണ്ടെന്നാ പറഞ്ഞേ. ഇല്ല ഹീലിങ്സ് ഒന്നും എനിക്കറിയില്ല. വാ ഇവളിങ് വാ. എന്താ ഇവളെ പേര്? ലയ, താര, കൊമ്പി, എന്താ പേര്? കാറ്റി, ഇങ് വാ. വാ ഇങ്ങ്. ഇതൊരു 10-20 ഉള്ളോണ്ട് പേരും കിട്ടുന്നില്ലല്ലോ. പേരെനിക്ക് അറിയാം. ഇതെന്താ പ്രശ്നം എന്നറിയോ? പേര് ഇതെന്തോ ഒരു പ്രശ്നമുണ്ട്. പേര് മാറിപ്പോന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഓക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുന്നതായിരുന്നു. പാവം പെണ്ണ്, എന്നെ കൊണ്ട് 2 ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ പറ്റുമെങ്കിൽ അവള് പഠിച്ചോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അത്രേ ഉള്ളൂ കേട്ടാ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ അടുത്ത് ഇഷ്ടം തോന്നുവാണെങ്കിൽ അത് ലോയൽ ആയിരിക്കണം, മനസ്സിലായില്ലേ? സിൻസിയർ ആയിരിക്കണം. എനിക്ക് പിന്നെ എല്ലാ ഗേൾസിന്റെ അടുത്തും പോയി സംസാരിക്കുന്നതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ എല്ലാ ഗേൾസിന്റെ അടുത്തും പോയിട്ട് ഫീലിങ്സ് വരുവാണെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെടൂല. അത് ആരാണേലും ഓക്കെ. അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടാണോ? ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറയാം. അക്സെപ്റ്റ് ചെയ്യാൻ ഒറ്റ മിനിറ്റ്, ഞാൻ ഇപ്പം പറയാം. ഒറ്റ മിനിറ്റോ? ഇത് പറയാനോ? അല്ല, ആലോചിക്കണ്ട. ഇത് നാളെ പറഞ്ഞാ മതിയാ? നാളെ പറയാം. എന്നെ പ്രപ്പോസ് ചെയ്തല്ലേ? ഞാനോ? പിന്നെ അപ്പൊ എന്നെ പ്രപ്പോസ് ചെയ്തതോ? ഞാൻ ഒരു കാസനോ എന്നല്ലേ? എന്താ ഉസ്മാൻ അവൻ എന്റെ ഇരട്ട സഹോദരനല്ലേ? അല്ല, ഉസ്മാൻ ഇസ്മായിലിനെ വിട്. ഇവർ കുണ്ടന്മാരാ. അല്ല സഹോദരനാണ് ഉസ്മാൻ. അല്ല, അപ്പൊ നീ ഇപ്പൊ എന്നെ പ്രപ്പോസ് ചെയ്താണോ കാറ്റി? ഞാൻ പ്രപ്പോസ് ചെയ്തതാണെന്നോ അല്ലെന്നോ എന്താന്ന് വെച്ചാ വെച്ചോ, മനസ്സിലായില്ലേ? പക്ഷെ ഇഷ്ടാന്ന് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞാണ്, മനസ്സിലായില്ലേ? എന്റെ അടുത്താണെങ്കിൽ ലോയലായിരിക്കണം. അല്ലാണ്ട് എല്ലാ പെൺപിള്ളേർക്കും പോയിട്ട് ഇരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാ ഇരിക്കത്തില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ. എന്താ ഡൗട്ട് ഉണ്ട് ഇവിടെ. എന്താന്ന്? ഇങ്ങളൊക്കെ വന്നുകാണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ പെണ്ണ്, ഞാനൊരു മാസമായി ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കും. സെറ്റായിട്ടാ ഞാൻ സെറ്റായെന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇസ്മാലെ. അല്ല അങ്ങനല്ല. വിളിച്ചട്ടെ, നീ ആരെങ്കിലും വിളിക്കും. പോയട്ടെ കാറ്റി ഇങ്ങനെ വരും. ഇവരെന്തൊക്കെ ആയിക്കോട്ടെ. ലെറ്റ്സ് ഗോ. ഇതെന്തിനാ എന്റെ വേക്കുന്ന വരുന്നത്? നിങ്ങൾക്ക് പോയിക്കോടെ. ഉസ്മാനെ, ഞാൻ കമ്മിറ്റഡ് ആയടാ. അതെ. അയ്യോ സോറി. ഓ സോറി അത് ഞാൻ മറന്നുപോയി. സോറി. അപ്പൊ അല്ല, ഇതെന്താ വെണ്ടക്കയാ? അങ്ങനെയാ ഇത്? ഞാൻ എപ്പോഴാ ഉസ്മാന്റെ കൂടെ ഞാൻ കമ്മിറ്റഡ് ആയത്? അതൊന്ന് പറഞ്ഞേ. അവൻ എന്റെ സഹോദരനാണെന്നും പറഞ്ഞിട്ട് അവന്റെ ബർത്ത്ഡേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ബർഗർ ഷോട്ടിൽ പോയി ഒരു ഫുഡ് വാങ്ങിയത്. അല്ല, ഇവനെന്താ എന്നോട് പറഞ്ഞതെന്നറിയോ? എന്റെ സഹോദരനാണ് അവൻ. ഞാൻ അവനായിട്ട് എന്തിനാണ് കമ്മിറ്റഡ് ആക്കി? നീ കള്ളം പറയണേ. അല്ല, ഇവൻ എന്നോട് പറഞ്ഞത് നീയും ഇവനും കമ്മിറ്റഡ് ആണെന്നാ. ഞാൻ അവന് കമ്മിറ്റഡ് ആണെങ്കിൽ ഞാൻ അവന്റെ കൂടെ പോയാ പോരെ? ഞാൻ എന്തിനാ ഇവിടെ ഒരു സംസാരിച്ചപ്പോ ചെന്നപ്പം ഉസ്മാന്റെ കൂടെ ആണോ നിന്നെ? ഒരു മിനിറ്റ്. ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഉസ്മാനൊക്കെ അയച്ചെന്നേന്ന് ഇപ്പൊ. ഒരു മിനിറ്റ്. നമ്മളെപ്പോഴാണ് കമ്മിറ്റ് ആയത്? നമ്മളവിടുന്ന് വായിച്ചത്
ഓർമ്മയിലൊക്കെ ഞാൻ നിന്റെ സഹോദരൻ അപ്പൊ പറഞ്ഞു നമുക്ക് സെൽഫി എടുക്കാന്ന്. അങ്ങനെ എടുത്ത ഫോട്ടോ തന്നെ അത്. അല്ല കാറ്റ് അപ്പൊ സിംഗിളാ? നമ്മളെങ്ങനെ ഞാൻ റെഡി ടു മിംഗിളാണ്. ഏയ് അല്ല ഞാന് അപ്പൊ നിങ്ങൾ തമ്മിലൊന്നുമില്ല. ഞങ്ങള് തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഷമീറിനോട് വന്ന് സംസാരിക്കുന്നേ? ഓക്കെ അപ്പൊ ലോയലാണ്, ഞാനുള്ള കാര്യം പറഞ്ഞിരുന്നത്. ഞാനും ലോയലാണ്. ആണോ? ഞാന് ലോബലാ. എന്ത് ലോബല്? നീ വേറെ എവിടെ പോയി ലോബലായിക്കോ. അല്ല അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാലേ, അപ്പൊ നീ ഉസ്മാനായിട്ട് ഒന്നുമില്ല. നീ ഇപ്പൊ എന്നെ പ്രപ്പോസ് ചെയ്താണോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ ആണ്. ആ വരാം. എടാ ഞാൻ എന്താ പറയണ്ട? പറ 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 എന്താ പറയണ്ട? എന്താ പറയണ്ട? പറ 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 പറ. ഇജൊരു 20 ഉസ്മാൻ എന്തോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒറ്റ സെക്കൻഡ്. ഉസ്മാൻ എന്തോ അയച്ചിട്ടുണ്ട്. ഇതെന്താ? ഇജൊരു 20 CR തന്നാൽ എടുത്തോ കാറ്റീനെന്ന്. ഇതെന്താ? ഞാൻ മാങ്ങ വാങ്ങാൻ വന്നതാ, അല്ലെങ്കിൽ വീട്ടില് രാത്രി ഇത് സംഭാരം വാങ്ങാൻ വന്നതാ? ഇതെന്താ ഇവൻ ലേലം വിളിക്കുന്ന പെമ്പിള്ളേരെ? പറഞ്ഞോളൂ. അതായത് അനക്ക് താരനെ മറക്കാൻ പറ്റുന്നുണ്ടോ? താരനെ മറക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് സത്യത്തില് പറ്റുന്നില്ല. വരാം. പറ്റുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്നെ കൊണ്ട് താരനെ മറക്കാൻ പറ്റൂല. അപ്പൊ താരനെ മനസ്സിൽ വെച്ചോണ്ട് എങ്ങനെയാ വേറൊരു കുട്ടീനെ സ്നേഹിക്കാ? പറ. സ്നേഹിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സത്യം പറയട്ടെ. ഞാനിപ്പൊ സ്നേഹിക്കുന്നതല്ല, ഞാൻ ജസ്റ്റ് എന്താ പറയാ, ഞാനിങ്ങനെ എന്താ പറയാ, ഒരു മൊത്തത്തില് എന്താണ് ഗേൾസിന്റെ ഇതെന്നും അവരുടെ മനസ്സെങ്ങനെയെന്നെല്ലാം താരം വരുമ്പം അറിയാൻ വേണ്ടിട്ടാ ഞാന് ഇതാക്കുന്നത്. അപ്പം ഈ പ്രപ്പോസ് ചെയ്തതോ അല്ല പ്രപ്പോസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ഇഷ്ടമാണെന്ന് പറയുന്നത്, കാറ്റി റെഡി ആണോ എന്ന് ചോദിക്കുന്നത്, അതൊക്കെ ചുമ്മാതായിരുന്നു. ചുമ്മാതാണോന്ന് ചോദിച്ചാൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാല് സത്യം പറഞ്ഞോ? സത്യം പറയുന്നതായിരിക്കും നല്ലത്. കാരണം അപ്പം ബാലൻസ് ഉള്ളവരുടെ മനസ്സൊന്നും വേദനിക്കില്ല. മനസ്സിലായില്ലേ? തുറന്ന് പറ സമീറ. അതെ, പണ്ട് ടൈമാണ് ഇത്. മറ്റേ പറഞ്ഞ ഡീലൊക്കെ അല്ലേ? എടാ പറ, എന്താ പറയണ്ടേ? വേഗം പറ. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് അപ്പൊ നിങ്ങക്ക് ലോയൽ ആയിട്ടാണോ പറ്റാ? പിന്നെ ഞാൻ എന്താണ്? അല്ല അങ്ങനെയല്ല. ഓക്കെ, ഞാൻ എന്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ. പറഞ്ഞു. ഞാൻ സത്യത്തിൽ ഒരു നാറിയാന്ന്. ഞാൻ ഒരു ലോയൽ ആയിട്ടുള്ള ഒരുത്തനല്ല. അല്ല, ഞാൻ ലോയൽ ആയിട്ടുള്ള ഒരുത്തനല്ല. ഞാൻ ഒരു നാറിയാന്ന്. ഞാൻ ഏത് പെമ്പിള്ളേരെ ലുക്ക് ഉള്ളതോ ഏത് പെമ്പിള്ളേരെ കണ്ടാലും അവരുടെ വേക്ക് ഓടും, അതിനെ വളക്കാൻ നോക്കും, എനിക്ക് വളക്കും. അങ്ങനെ ഒരുത്തനാന്ന് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. വളക്കാൻ വേണ്ടിട്ടല്ല, ഞാൻ ശരിക്കും പറഞ്ഞ വളക്കാൻ വേണ്ടിട്ടല്ല. ഞാൻ അവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊരു അട്രാക്ഷൻ തോന്നും, ഒരു ഇഷ്ടം, ഒരു ഇതെന്താ അവർ എങ്ങനെയാണ്, അവർ എന്താന്നോളി, അവരെ ഇതെന്താന്നോളി, ക്യാരക്ടർ എന്താ വിളി, അവരുടെ സ്വഭാവം എങ്ങനെ വിളി, അവർ എങ്ങനെ വിളി, ഇതെല്ലാം അറിയാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു താല്പര്യം വരും. ഈ താല്പര്യത്തിന്റെ പുറത്ത് ഞാൻ പോയിട്ട് ചുമ്മാ ഞാൻ സംസാരിച്ച് ഒന്ന് വളയോന്നെല്ലാം ഒന്ന് നോക്കി ഒന്ന് ഇതാക്കി. പക്ഷെ എന്നെ പ്രേമിക്കാൻ കൊള്ളൂല സത്യത്തില്. എന്നെ ശരിക്കും പറഞ്ഞാൽ എന്നെ പ്രേമിക്കാൻ കൊള്ളൂല. എന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു വെറുതെ ടൈം പാസ് ആയിട്ടോ ഇങ്ങനെ കണ്ടിട്ട് എന്നെ വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കണ്ട് ഒന്ന് ഇതാക്കി എന്നെ ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ പോയാൽ മതി. നിങ്ങൾ എന്നെ ഞാൻ ലോയൽ അല്ല. എനിക്ക് നിങ്ങൾ സ്നേഹിക്കാൻ കൊള്ളുന്ന ഒരുത്തനല്ല ഞാന്. ശരി. ഇപ്പം ഞാൻ കാര്യം പറയട്ടെ. ഇപ്പം അത് ഷമീറല്ല പറയേണ്ടത്. ഷമീറിന്റെ കൂടെ ആരെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ടോ? ഇപ്പൊ ഇവര് പറയട്ടെ, ഇസ്മായിൽ പറയട്ടെ, അല്ലെങ്കിൽ ഉസ്മാൻ പറയട്ടെ. ഇസ്മായിൽ പറയായിരിക്കും. അല്ല അവരെന്താ പറയണ്ടേ? പറയാനായി മനസ്സിലായത് ഷമീർ ഒരു നാറിയാണെന്ന്. അല്ലാണ്ട് ഇപ്പൊ ഞാൻ പറയട്ടെ. ഇസ്മായിൽ അല്ല, നമ്മള് തമാശക്ക് നമ്മൾ അങ്ങനെ പലതും വിളിക്കുമെങ്കിലും നമ്മള് 3 ബ്രദേഴ്സാ. പിന്നെ വേറെ ഒരുത്തരം കൂടി ഉണ്ട്, ഷെയ്ക്ക്. നമ്മള് 4 ആളും ഇവിടെ വന്ന മുതലുള്ള ബ്രദേഴ്സാ നമ്മള്. ഞാൻ ഉള്ള കാര്യം പറയാം ഷമീര്. ഞാനുള്ള കാര്യം പറയാം. ഇപ്പൊ ഷമീർ എന്റെ അടുത്ത് വന്ന് ഇഷ്ടമാണെന്ന് മുന്നേ ചുമ്മാ വന്ന് സംസാരിച്ചതാണേലും ഓക്കെ. അപ്പം ഷമീർ ഇതേമാതിരി വെള്ളത്തിൽ ചാടാൻ പോയപ്പോഴാണേലും ശരി, ഞാനൊരു മനസ്സുകൊണ്ട് ഓക്കെ
പാവം അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി, മനസ്സിലായില്ലേ. പിന്നെ പിന്നെ ഷമീർ വന്ന് സംസാരിക്കുന്നതും കാറ്റിന്ന് വിളിക്കുന്നതും അതൊക്കെ എനിക്ക് സന്തോഷം ഉണ്ടായി, അത് സത്യമാണ്, മനസ്സിലായില്ലേ. ഇപ്പം ഷമീർ ഇപ്പം ഓക്കെ മനസ്സിൽ എന്താ വിചാരിക്കുന്നേ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ല, അല്ലെ ഷമീറിന് ഇപ്പൊ എത്ര ഗേൾസിനായിട്ട് കമ്പനി ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ഷമീർ ആരെയാണ് മനസ്സിൽ വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അല്ല മനസ്സില് ഞാൻ ആരെയും അത് വിട്ട് കളിയില്ല. അല്ല അങ്ങനല്ല, ഞാൻ ഒരു കാര്യം പറയട്ടല്ലേ. അല്ല സോറി കാറ്റി, ഇപ്പം അല്ല 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 ഞാൻ പറയുന്നത് അല്ല ഞാൻ അങ്ങനെയല്ല പറയുന്നത്, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. അതെ അതെ ഞാന് അല്ല ശരിക്ക് പറഞ്ഞാലേ ഞാനൊരു പിന്നെ വള്ളത്ത് മുക്കി കൊന്നാലോ? എന്തിനാന്ന് അപ്പൊ കാറ്റി അല്ല അല്ല ഹലോ അല്ല ഹലോ ലയ, ഞാൻ ഇപ്പം വരാം, ഞാൻ മുറുക്ക് വാങ്ങാൻ വന്ന ഇവിടെ, മുറുക്ക് ഹലോ ഹലോ അല്ല കാറ്റി നിക്ക, ഇങ്ങ വാ കാറ്റി ഇങ്ങ വാ എനിക്കൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയണ്ട്, ഇങ്ങ് വാ കാറ്റി, ഒന്നിങ്ങോട്ട് വാ അല്ല ഇവിടെ നിന്നാ മതി, വാ വെള്ളത്തിൽ ഇറങ്ങണ്ട, ഇങ്ങോട്ട് വാ വീഴൂല. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാലേ, എന്റെ സ്വഭാവം അങ്ങനെയാ. എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു നാറിയാ. ഞാനൊരു സിൻസിയർ ആയിട്ടുള്ള ഒരു പെണ്ണിനെ, ഒരു സിൻസിയർ ആയിട്ട് ഒരു ലോയൽ ആയിട്ടുള്ള ഒരു പെണ്ണ് പ്രണയിക്കാൻ കൊള്ളുന്ന ഒരുത്തനല്ല ഞാന്, മനസ്സിലായോ. ഞാൻ ഒരു നാറിയാ, ഒരു ചെറ്റ മീൻസ് എനിക്ക് ഇപ്പൊ ഏതെങ്കിലും പെമ്പിള്ളേരെ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നുമ്പോൾ ഞാൻ അവരുടെ ബാക്കിന്ന് പോവും, അവരോട് സംസാരിക്കും. പ്രണയിക്കാനോ അല്ലെങ്കിൽ വേറൊന്നിനും വേണ്ടിട്ടല്ല, ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ നിനക്ക് പറ്റുന്ന ഒരാളാണോ നിനക്ക് ഭയങ്കര സംശയമുണ്ട്. ഓക്കെ അതെനിക്ക് മനസ്സിലായി. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ഓക്കെ അങ്ങനെ എടുത്തോ. ഇപ്പം ഷമീറെ ജീവിതത്തില് ഇപ്പം ഒരാള് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാ ഏത് തെണ്ടിയാണേലും എത്ര കഴിവ് കെട്ടവനാണേലും മനസ്സിലായില്ലേ, നന്നായിട്ട് ജീവിക്കും, മനസ്സിലായില്ലേ. അല്ല ഞാൻ പറയാം, നന്നായിട്ട് ജീവിക്കും, ഒരു നാറിയായിട്ട് ജീവിക്കില്ല. അത് മേ ബി ഷമീറിന്റെ ജീവിതത്തിൽ കറക്റ്റ് ആയിട്ട് ഒരു വ്യക്തി വരാഞ്ഞത് കൊണ്ടായിരിക്കാം, മനസ്സിലായില്ലേ. ഇപ്പം ഷമീറിന് ലയോട് താല്പര്യം ഉണ്ടെങ്കിൽ ലയനെ ചൂസ് ചെയ്യാ, നന്നായിട്ട് ജീവിക്കുക, അപ്പൊ ഇതെല്ലാം ശരിയാവും, മനസ്സിലായില്ലേ. അല്ല ലയനോട് അങ്ങനെ ലയനോട് എനിക്ക് റിയൽ ലവ് ആകെ ഒറ്റ ഒരാളടുത്തേ തോന്നിയിട്ടുള്ളൂ, താര. അപ്പം ഓളില്ലാത്തത് കൊണ്ട് ഞാൻ എനിക്കിങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറ്റൂല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞാൻ ഒരിക്കലും എന്താ പറയാ, നിങ്ങളൊരിക്കലും ഞാൻ പ്രണയിക്കാൻ പോകുന്നില്ല. നിന്നെ ആയാലും ലയന അല്ല ഇത് പ്രാങ്ക് ഞാൻ അങ്ങോട്ട് പോവാണ് കേട്ടോ. അല്ല ഞാൻ പറയുന്നേക്കല്ലോ. അപ്പൊ ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാ, കാറ്റി എനിക്കൊരു പെണ്ണുണ്ട് താര, ഓൾക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു പ്രോമിസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് തെറ്റിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ ഈ കാണിക്കുന്ന കയപ്പ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഞാൻ ഈ അല്ല മരിച്ചൂന്ന് ഞാൻ ഫേക്ക് ന്യൂസ് ആയിരുന്നു. അറിഞ്ഞ മുതൽ ഞാൻ പിന്നെ ഇതായി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ എന്താ പറയാ, കോൾ എടുക്ക്. അങ്ങനെയല്ല, 2 ഭാര്യ കുഴപ്പമില്ല, അങ്ങനെയാണോ? അല്ലേ പിന്നെ നീ അതിന് അങ്ങനെ റെഡിയാ അങ്ങനെ ഇല്ലല്ലേ. ഓക്കെ എടാ, ഒരു നേന്ത്രപ്പായും വെള്ളം എല്ലാം നോട്ട് കുടിക്കാന്, നേന്ത്രപ്പായും വെള്ളം നോക്കട്ടെ. നിന്റെ ഇതൊന്നും വേണ്ട, കഞ്ചാവും ഇതൊന്നും നമുക്ക് തന്നേക്കണ്ടേ. അതല്ല ഉപകാരപ്പെടുന്ന സാധനം എന്താ കിട്ടിയാ? അത് എന്റെ ഓൾറെഡി ഉണ്ടാ. നീ എടുത്തോ, ഞാൻ കൊറേ മേടിച്ച്. എടാ ഇത് ബനാന ചോദിക്കുമ്പോ ഒരു ബനാന തരുത്ത, ഒരു 5-6 എണ്ണത്താ, വെള്ളവും താ 2-3. അല്ല കാറ്റി, അപ്പൊ നിങ്ങക്ക് വിഷമായോ?
എനിക്ക് എന്തിനു വിഷമാവാൻ? ഞാന് ഓക്കെ ഞാനാണ് അങ്ങനെ തെറ്റിദ്ധരിച്ചത്. അത് തെറ്റിദ്ധാരണ മാത്രാണ്, മനസ്സിലായില്ലേ? സൊല്യൂഷൻ ഉണ്ട്, സൊല്യൂഷൻ ഉണ്ട്. പോല്ല ഒരു കാര്യം പറയട്ടെ. അനക്ക് സെമീറിൽ ഉള്ളപ്പോ ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? സെമീർ ലൈഫിൽ വേണോന്ന് നിർബന്ധം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ പ്രപ്പോസ് ഇല്ല ആക്കാൻ. ഇല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ഒരാളുടെ മനസ്സിൽ വേറൊരാളുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു തേർഡ് വീല് മാത്രമായിരിക്കും, മനസ്സിലായില്ലേ? എനിക്കറിയാം തേർഡ് വീലായിട്ട് ഒരാളുടെ ലൈഫിൽ പോകണമെന്ന് താല്പര്യമില്ല, ഒട്ടും താല്പര്യം. മൂന്നക്കർ അവിടെ നിക്ക്, ഞാൻ സൊല്യൂഷൻ പറഞ്ഞുതരാ. ഇത് ഞാൻ ഒരു കാര്യം പറയട്ടെ. 3 ചക്ര ഇല്ലാത്ത ഒരാളുണ്ട്, ഞങ്ങൾ രണ്ടാളുണ്ട്, ഞങ്ങൾ രണ്ടാളും സിംഗിൾ ആണേ. അല്ല 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 ഇസ്മായില, ഞാൻ ഒന്ന് പറയട്ടെ. എന്റെ പൊന്നി ഇസ്മായിലേ, നീ ഒന്ന് കാറ്റ് ഇത് പറയണം കേക്കാ. ഇത് ഇപ്പഴാണ് ഇന്നേക്കാ നമ്മുടെ കാലത്തുള്ള ബസ്സിന്നറിയോ? ഓന് 2 ഭാര്യയുണ്ട്. അല്ല അതൊന്നും എടാ, അതെല്ലാം ഓള് ഇഷ്ടാടാ വിട്. അങ്ങനല്ല, ഞാൻ അങ്ങനെ പറഞ്ഞല്ല. നീ അപ്പൊ ഇങ്ങനെ ഒരുത്തരാണ് ഞാൻ. അപ്പൊ നീ നല്ല പ്യൂർ ആയിട്ടുള്ള ഒരു പെണ്ണാടി. അപ്പൊ നിനക്ക് പറ്റിയ ഒരുത്തരല്ല ഞാനൊരു ഒരു അങ്ങനത്തെ ഒരുത്തനാ, ഒരു ചെറ്റയാണ് ഞാൻ. അപ്പം വേറെ നല്ല ആരെങ്കിലും നോക്കിക്കോ, അതായിരിക്കും നല്ലത്. ഞാൻ എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ ഒരു അങ്ങനെ ആയിപ്പോയി. ഒരു മിനിറ്റ്. ആ ഹലോ സമീറ, ആ ഞങ്ങളെ മുന്നിൽ ഇങ്ങനെ പറയല്ല, ഞങ്ങക്ക് വിഷമാവൂല. ഇത് തെറ്റെന്ന് പറയല്ല, ഞങ്ങക്ക് വിഷമാവുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ വിളിക്കാം. എടാ വിഷമാനല്ല, ഞാൻ ഉള്ള കാര്യല്ല പറഞ്ഞേ. എന്നാലും അത് ഞങ്ങൾക്കെല്ലാം അറിയുള്ളൂ, ഇത് ഓലോടും കൂടി പറയല്ല. ആ പറ കാറ്റി. അതായത് ഫസ്റ്റ് എന്റെ അടുത്ത് ഷമീറല്ലേ അപ്രോച്ച് ചെയ്ത്. അതെ, ആ ഒരു ബേസിസിലാണ് ഞാൻ ഓക്കെ ഷമീർ പാവം ഷമീർ എന്ന് പറഞ്ഞിട്ട് ഒരു, മനസ്സിലായില്ലേ, ഒരു അപ്രോച്ച്. അല്ലാണ്ട് ഇപ്പൊ ഷമീറിന്റെ ലൈഫ് വന്ന് ഡിസ്റ്റർബ് ചെയ്യണോന്ന് അങ്ങനത്തെ ഒരു ഇന്റൻഷൻ എനിക്കില്ല, മനസ്സിലായില്ലേ? അതെ 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 മനസ്സിലായി. പക്ഷെ വി വിൽ ബി ഫ്രണ്ട്സ്, ഓക്കെ? അതിനെന്താ? അതെ എന്ത് കാര്യത്തിലും നമ്മള് ഒപ്പനം ഉണ്ടാവും. അതെ. അപ്പൊ ഒരു ഹഗ് ചെയ്യാം. ഇല്ല സോറി, ഹഗ് ചെയ്യാറില്ല ഞാൻ. അങ്ങനെയല്ല, സമീറിന് വേണ്ടി ഞാൻ ചെയ്തോളാം ഒരു hug. ഓക്കെ ഇസ്മായിൽ, ഈ ഷമീറിന് ഒരു ഹഗ് കൊടുത്തേ. കമോൺ അല്ല ഉസ്മാനെ. ഇത് തരണത്ത് ഇല്ലടാ, ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് ഹഗ് കൊടുക്കാറില്ല, ആ എന്നാ ഇല്ലില്ല ഇല്ല അല്ല, അത് വിട്. അല്ല എവിടെ പോവാ? എവിടെ പോവാ? ഞാൻ ബാക്ക് ടു മൈ കൃഷി ഉണ്ടെന്ന് പറഞ്ഞോ. അതെ അത് ചെയ്തോണ്ടിരിക്കാറ്. എന്റെ ബെസ്റ്റ് ആവൂലേ? ആവില്ല, സോറി. ഇതെന്താ ലയമതി? ഇതെന്താ നിങ്ങക്ക് ലേന എന്താന്ന് ഇത്രക്ക്? ഇത് ഒരു നല്ല ഷേപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടാ പിന്നെ അത് മതിയല്ലോ. ഇതാര് കള്ളരാലോ?